മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആണ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് എന്നുള്ളത്. ഇത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മനുഷ്യന് അവന്റെ ഒരു ബേസിക് ഇൻസ്റ്റിങ് ആണ്. പിന്നെ ഞാൻ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് റിവാർഡ് ആണോ കിട്ടുക അതോ പണിഷ്മെന്റ് ആണോ കിട്ടുക? ഇതിന് ഏറ്റവും ഹോളിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന മതത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ, നല്ല രീതി മീൻസ് ആരാണ് നന്മ പറഞ്ഞു തരേണ്ടത്? പടച്ചോൻ പറഞ്ഞാണ്. അപ്പൊ ആ പടച്ചോൻ പറഞ്ഞ നല്ല രീതിയിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അതല്ലാത്ത രീതിയിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ നരകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇതൊരു റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ആണ്. ഇത് മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പൊ ആ മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റിനെ തൊട്ടുണർത്തിക്കൊണ്ട് നിങ്ങൾക്ക് നന്മ ചെയ്യാം, നിങ്ങൾക്ക് ചാരിറ്റി നടത്താം, നിങ്ങൾക്ക് ആളുകളെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് മതം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ സമൂഹത്തിനെ നമ്മളെപ്പോഴും വളരെ ഐഡിയൽ ആയിട്ട് കാണരുത്. സമൂഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഐഡിയൽ സിറ്റുവേഷൻ ആയിട്ട് നമ്മൾ ഓരോ മനുഷ്യരെയും കാണാൻ പാടില്ല. അപ്പോ അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. ഇപ്പൊ ഇവിടെയുള്ള എന്താണ് വിശ്വാസികളായി കഴിഞ്ഞാലും നിരീശ്വരവാദികളായി കഴിഞ്ഞാലും അവരൊക്കെ നന്മ ചെയ്യുന്നില്ലേ? അപ്പൊ അങ്ങനെ നന്മ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. വിശ്വാസികളും നിരീശ്വരവാദികളും നന്മ ചെയ്യും. അതിന് നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യർക്ക് എല്ലാവർക്കും ഫിത്രത്ത് ഉണ്ട്. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ശുദ്ധപ്രകൃതി ഉണ്ട്. ആ ശുദ്ധപ്രകൃതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഒരു തെറ്റ് കാണുമ്പോൾ അതിനെ എതിർക്കാൻ നമുക്ക് തോന്നുന്നത്, അല്ലെ? അപ്പൊ ചില ആശയങ്ങൾ വരുമ്പോൾ നമുക്ക് ആ ഫിത്രത്ത് ക്ലൗഡ് ചെയ്യപ്പെടുമെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ നമുക്ക് അതിനെ എതിർക്കാൻ തോന്നുന്നത് ആ ഫിത്രത്ത് ഉള്ളതുകൊണ്ടാണ്, സഹായിക്കാൻ തോന്നുന്നത് ഫിത്രത്ത് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അത് വിശ്വാസി നിരീശ്വരവാദി എന്നുള്ള ഒരു വ്യത്യാസം അവിടെ ഇല്ല ആക്ച്വലി. പക്ഷെ അവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതാണ്. ആ ഒബ്ലിഗേറ്ററി പവർ ആണ്, അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള ഒരു മെഷറാണ് ആക്ച്വലി അവിടെ മതം എടുക്കുന്നത്. അപ്പൊ അത് നമ്മൾ വളരെ ഐഡിയൽ ആയിട്ടുള്ള എല്ലാവരും നല്ല ഫിത്രത്തുള്ള എല്ലാവരും നല്ല മനുഷ്യന്മാരായിട്ട് ജീവിക്കുന്ന ഒരു ഐഡിയൽ സൊസൈറ്റിയിൽ ഈ ചോദ്യം നമുക്ക് ചോദിക്കാം. പക്ഷെ നമ്മുടെ സൊസൈറ്റി എന്നുള്ളത് ഈ പറഞ്ഞ പോലുള്ള ഐഡിയൽ സൊസൈറ്റി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു ക്രീമി ലെയർ ഒരു പക്ഷെ ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ പറയുന്നത് മതവിശ്വാസികളും നിരീശ്വരവാദികളൊക്കെ കൂടിയിട്ടാണ്. ഒരു ക്രീമി ലെയർ ആയിട്ടുള്ള ആൾക്കാർ, അതിൽ മതവിശ്വാസികൾ സ്വാഭാവികമായിട്ടും കൂടുതലാണെന്നുള്ളത് തന്നെയാണ് കണക്കുകൾ കാണിക്കുന്നത്. എന്തായാലും ആ രീതിയിലുണ്ടാവും. പക്ഷെ അതല്ലാത്ത വലിയൊരു വിഭാഗം മനുഷ്യർ അതിനെ എത്രത്തോളം കൺസേൺ ആയിട്ട് കാണാത്ത, ഇതിനെ കൺസിഡർ ചെയ്യാത്ത ആളുകളോട് നിങ്ങളത് ചെയ്യണം എന്ന് പറയുന്നതാണ് മതം അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ആവശ്യം.